ഹായ് ഹലോ ഗുഡ് ഈവനിങ്. വിഷ്ണു ശാലിനിയുടെ നമ്മുടെ ആ പുതിയ ഭാഗങ്ങളിൽ നമ്മുടെ വിഷ്ണു എന്തായാലും ശാലിനിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കളക്ടറായിട്ട് ശാലിനി ചാർജ് എടുത്തു എന്നും ശാലിനിയുടെ ആഗ്രഹം പോലെ തന്നെ കളക്ടറുടെ ആ ഒരു യാഥാർത്ഥ്യം അവൾ പൂർണ്ണമാക്കി എന്നും ഒക്കെ വിഷ്ണു അറിഞ്ഞു. പക്ഷേ വിഷ്ണുവിന് ശാലിനിയെ നേരിൽ ചെന്ന് കാണാൻ പറ്റില്ല. കാര്യം വിഷ്ണു ഓർത്തപ്പോൾ സത്യാമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സത്യാമ്മ BP കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ പിന്നെ കൊടുത്ത വാക്ക് തെറ്റിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് വിഷ്ണു മടങ്ങിയത്. എന്നിട്ട് സത്യാമ്മയുടെ അടുത്തെത്തുമ്പോൾ സത്യാമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഡോക്ടർ കാര്യങ്ങൾ പറയുന്നുണ്ട്. കളക്ടറുടെ വാഹനത്തിൽ, ഔദ്യോഗിക വാഹനത്തിലാണ് സത്യാമ്മ ഇവിടെ എത്തിയതെന്നൊക്കെ. അങ്ങനെ നമ്മൾ ഡോക്ടർ എന്ത് പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സത്യാമ്മയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ പറയുന്നുണ്ട് എനിക്ക് കളക്ടറെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ വിഷ്ണുവിന് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അമ്മ ശാലിനിയെ കാണുമ്പോൾ എല്ലാം മറന്ന് സ്വീകരിക്കും എന്ന് തന്നെയാണ് വിഷ്ണു വിശ്വസിക്കുന്നത്. അങ്ങനെ വിഷ്ണു ജീപ്പിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഓർത്തുകൊണ്ട് വിഷ്ണു പോകുന്നത് അമ്പലത്തിലേക്കാണ്. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് ഗണപതി ഭഗവാന്റെ മുന്നിൽ നാളികേരം ഉടക്കിയാണ്. നമ്മുടെ കൂടെ നമ്മുടെ വിഷ്ണുവിൻ്റെ ഫ്രണ്ട് കമലനും കൂട്ടത്തിലുണ്ട്. എന്നിട്ട് കമലിനോട് പറയാണ്, എടാ ഞാൻ ഇത്രത്തോളമൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് ചെയ്യണമെങ്കിൽ എൻ്റെ കാര്യം, ഉള്ളിലെ കാര്യം എന്താവുമെന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കമലൻ പറയുന്നുണ്ട്, ആശാൻ ഇത്രയും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉണ്ടാകാൻ വഴിയുള്ളൂ, ഏട്ടത്തിയമ്മയെ കണ്ടുമുട്ടിയിട്ടുണ്ടാവുമെന്ന്. അതേടാ ശാലിനിയെ കണ്ടു, വേറെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് കമലിനോട് നമ്മുടെ വിഷ്ണു കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ നാളികേരവും ഗണപതി ഭഗവാന്റെ മുന്നിൽ വിഷ്ണു എറിഞ്ഞ് ഉടയ്ക്കുന്നുമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വിഷ്ണു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സുസ്മിതയും ചന്ദ്രബോസും തമ്മിൽ സംസാരിക്കുകയാണ്. സുസ്മിത നമ്മുടെ ഒരു ഓർക്കാനൊക്കെ കാണിക്കുന്നുണ്ട്. കാര്യം മാലിന്യം എടുത്ത് നീക്കം ചെയ്യുന്നിടത്ത് സുസ്മിത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവൾക്ക് വല്ലാത്തൊരു ഇറിറ്റേറ്റഡ് ആയി എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ സുസ്മിത ഒത്തിരി ഓർക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രബോസ് പറയുന്നുണ്ട്, എടി ഞാനായിട്ട് ഒന്ന് മുതുകം അങ്ങനെ തടവി തരണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട ചിറ്റപ്പം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ആ മാലിന്യത്തിൻ്റെ അവിടെ നിന്നത് അന്നേരം മുതൽ തുടങ്ങിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചന്ദ്രബോസും സുസ്മിതയും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അവിടുത്തെ ചന്ദ്രബോസിൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവർ വന്നിട്ട് പറയുന്നുണ്ട്, ഈ വണ്ടി വണ്ടി ഇടറോ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, സാർ അതിന് ആ ഒരു വണ്ടി കിടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമാണെന്ന്. അത് ഒരു ജീപ്പാണ്, നമ്മുടെ വേറെ ആരുടെയല്ല, നമ്മുടെ വിഷ്ണുവിൻ്റെ ജീപ്പാണ്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അതെൻ്റെ ജീപ്പാണെന്ന് പറഞ്ഞാണ് വിഷ്ണുവും നമ്മുടെ കമലനും കൂടെ ഇറങ്ങി വരുന്നത്. തനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ താൻ ചെയ്യടോ ബോസ് സാറേ എന്നൊക്കെ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സ് മുഴുവൻ സന്തോഷമാണ്. കാര്യം നമ്മുടെ ശാലിനിയെ കിട്ടി, ശാലിനി ഒരു കളക്ടറാണെന്ന്. അപ്പോഴത്തേക്ക് സുസ്മിതയും ചന്ദ്രബോസും കൂടെ ഒന്ന് ഞെട്ടുന്നുണ്ട്. ചന്ദ്രബോസ് ദേഷ്യത്തോടെ എന്തോ പറയാൻ വരുമ്പോൾ ശാലിനി മുന്നേ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. വിഷ്ണുവിനെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം, മാത്രമല്ല വിഷ്ണുവിനെ പോലീസ് അകമ്പടിയോടുകൂടി തന്നെ വീട്ടിൽ ചെന്നാക്കണമെന്നൊക്കെ ലോക്കപ്പിൽ പിടിച്ചിട്ട സമയത്ത് ശാലിനി ചാർജ് എടുത്ത സമയത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ബോസ് ഓർക്കുകയാണ്. എന്നിട്ട് ബോസ് പറഞ്ഞാൽ വിഷ്ണു നീ ആയിരുന്നു എന്നൊക്കെ. ഇയാൾക്ക് എന്ത് പറ്റിയടോ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ കളക്ടറായിട്ട് വന്നത് താൻ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ താൻ അവൾക്ക് മുന്നിൽ സല്യൂട്ട് ചെയ്ത് കൊടുത്ത് കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. സുസ്മിതയ്ക്കും ഒരു മറുപടിയും പറയാനും പറ്റുന്നില്ല. അങ്ങനെ മേയറമ്മയും ഒന്നും നമ്മുടെ കമ്മീഷണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷ്ണു കുറേ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ പോയി താൻ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ മുറുമുറുത്തുകൊണ്ട് നമ്മുടെ ബോസ് നിൽക്കുകയാണ്. എന്നിട്ട് വിഷ്ണു തൻ്റെ ജീപ്പും എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അവിടുന്ന് പോയതിന് ശേഷം പിന്നെ നമ്മുടെ ശാലിനിയുടെ കളക്ടറേറ്റാണ് കാണിക്കുന്നത്. കളക്ടറേറ്റിൽ നമ്മുടെ നമ്മുടെ ശാലിനി അന്വേഷിച്ച് കൊല്ലം കളക്ടർ വരികയാണ്. അപ്പോൾ കൊല്ലം കളക്ടർ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ പറയുന്നുണ്ട് നീ എന്തായാലും ഇവിടെ പൊളിക്കുന്നൊക്കെ, നിനക്ക് നിൻ്റെ കെട്ടിയവനെയും കൂട്ടി ആയുഷ്കാലം മുഴുവൻ സന്തോഷത്തോടെയും സുഖമായിട്ട് നീ ജീവിക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട്. അപ്പോൾ തിരിച്ചും പറയുന്നുണ്ട് നീയും നിൻ്റെ മുറച്ചിറക്കനെയൊക്കെ കെട്ടി വലിയ കാര്യത്തോടെയൊക്കെ നിൽക്കുന്നതെന്നൊക്കെ നമ്മുടെ ശാലിനി നമ്മുടെ മറ്റ് കൊല്ലം കളക്ടറെയൊക്കെ ആശംസിക്കുന്നുണ്ട്. തേജസ്വിനി എന്നാണ് പേര്, ആശംസിക്കുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ ഇരുന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരുന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കളക്ടറുടെ കാര്യങ്ങളും കളക്ടറേറ്റിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനുപല്ലവിയോടൊരു സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, ഇത് കൊല്ലം കളക്ടർ തേജസ്വിനിയല്ലേ എന്ന്. അവിടെയും ലേഡി, ഇവിടെയും ലേഡി, ആകെ ലേഡി എന്നൊക്കെ പറയുമ്പോൾ അവിടെയും നമ്മുടെ അനുപല്ലവി ചോദിക്കുന്നുണ്ട് ലേഡിക്ക് എന്താ കുഴപ്പമെന്നൊക്കെ സ്റ്റാഫിനോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാണിക്കുന്നത് സത്യാമ്മയുടെ വീടാണ്. അവിടെ വിഷ്ണു ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ സത്യാമ്മ ഫോണിൽ കൂടെ സംസാരിക്കുകയാണ്.
അതെ അങ്ങനെയാണ്. സെപ്റ്റംബർ 19 അത് മതി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 19 വിഷ്ണുലോകം ഹോട്ടലിൻ്റെ ഇനാഗുറേഷൻ. അപ്പോൾ അന്ന് ചെയ്താൽ മതി. അത് തന്നെ, അതാണ് നല്ല ദിവസം, അത് തന്നെ മതി, ഞാൻ വേറെ ദിവസം എടുക്കുന്നില്ല, ആ ദിവസമാണ് എനിക്കിഷ്ടമെന്നൊക്കെ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷ്ണു ഇതെന്താണെന്നൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സത്യാമ്മ ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട്, അമ്മേ നമുക്ക് പോയാലോ എന്ന്. അപ്പോൾ എങ്ങോട്ടാണ് പോയത്? അമ്മയല്ലേ പറഞ്ഞത് കളക്ടറെ കാണണമെന്ന്. അപ്പോൾ നമ്മുടെ ശ്യാമ കേൾക്കുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ കളക്ടറെ കാണാനോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സത്യാമ്മ ഇരിക്കുന്നുണ്ട്. അമ്മ അമ്മയെ നമുക്ക് കളക്ടറെ പോയി കാണാം, അമ്മയ്ക്ക് കാണണമെന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു സത്യാമ്മയെ കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയാണ്. നടക്കോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നാളെ അത് അറിയാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്